സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. Charitra Vivag Bridal Collections by Shobhika Weddings. മുസ്ലിം ലീഗിൽ ഗൗരവകരമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അബ്ദുറഹിമാൻ രണ്ടത്താണി അടിയുറച്ച ലീഗുകാരനാണെന്നും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്നും തങ്ങൾ പറഞ്ഞു. UDF സ്ഥാനാർത്ഥികളായ തവനൂരിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് VS ജോയിയും കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നിന്ന് മത്സരിക്കുന്ന സന്ദീപ് വാര്യരും അനുഗ്രഹം തേടി പാണക്കാടെത്തി. അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടില്ലെന്നും തങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിഷയം ഗൌരവമായ പ്രശ്നമല്ലെന്നും പറഞ്ഞു തീർക്കാവുന്നതാണെന്നും തങ്ങൾ അഭിപ്രായപ്പെട്ടു. സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങളാണ് ശ്രദ്ധിക്കുന്നതെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. പാണക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ ലീഗ് ഉണ്ടായിട്ടുള്ളൂ. അത് ആ രീതിയിൽ തന്നെ ലീഗ് കൈകാര്യം ചെയ്യും. ലീഗുകാരനാണല്ലോ അദ്ദേഹം, അവിടെ തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അദ്ദേഹം പോയിട്ടുണ്ട്. പാർട്ടിയാണല്ലോ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഞാനത് കണ്ടിട്ടില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയുണ്ടല്ലോ, സമയമുണ്ടല്ലോ ഇനിയും. പിന്നെ ഇപ്പോൾ അതൊന്നുമല്ല പാർട്ടി ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥികളൊക്കെ നിർണ്ണയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരുടെ നോമിനേഷൻ കാര്യങ്ങൾ, അവരുടെ മറ്റുള്ള കാര്യങ്ങൾ, അതിലാണ് പാർട്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് DCC പ്രസിഡന്റ് പിന്തുണ വാഗ്ദാനം ചെയ്തതായും വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനുള്ള സാഹചര്യമാണ് മണ്ഡലത്തിലുള്ളതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ബഹുമാനായിട്ടുള്ള കാസർഗോഡ് DCC പ്രസിഡന്റ് ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പരിപൂർണമായിട്ടുള്ള സഹകരണവും പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പ്രശ്നവും തൃക്കരിപ്പൂരിലില്ല. ബഹുമാനായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ സൂചിപ്പിച്ചതുപോലെ UDFന്റെ ഒരു പൊതു സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. അദ്ദേഹം അത് തൃക്കരിപ്പൂരിൽ നിന്ന് കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനും വലിയ സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമാണ്. 100% വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. അവിടെ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ 11,000-ലധികം വോട്ടിൻ്റെ ലീഡ് ബഹുമാനായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ MP കൊടുക്കുന്ന നിയോജക മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അത് CPMന്റെ ഒരു കോട്ടയാണെന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, തൊട്ടപ്പുറത്ത് കിടക്കുന്ന പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് അടക്കമുള്ള പ്രശ്നങ്ങൾ, തളിപ്പറമ്പിലെ ഫാമിലി സീറ്റ് അടക്കമുള്ള വിവാദങ്ങൾ, ഇതൊക്കെ സ്വാധീനിക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ് തളിപ്പറമ്പ് എന്ന് പറയുന്നത്, തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. തൃക്കരിപ്പൂര് കാസർഗോഡ് ജില്ലയിലെ ഒരു മണ്ഡലം എന്നുള്ള എനിക്ക് വളരെ പിന്നോക്കമായിട്ട് നിൽക്കുന്ന, വികസന കാര്യത്തിലൊക്കെ ഒരുപാട് പിന്നോക്കമായി നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്ക് പൊതുവിൽ അവരഭിമുഖീകരിക്കുന്ന ആരോഗ്യ ചികിത്സാ രംഗത്തെ പ്രശ്നങ്ങളൊക്കെ, മംഗലാപുരം വരെ പോകേണ്ടി വരുന്ന സാഹചര്യമൊക്കെ അവിടെയും വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. പ്രത്യേകിച്ച് UDF അധികാരത്തിൽ വരുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂരിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. മലപ്പുറത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് തവനൂരിലെ സ്ഥാനാർത്ഥിത്വമെന്ന് VS ജോയി പറഞ്ഞു. അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായി അഭിവന്ദനായ തങ്ങളുടെ അനുഗ്രഹം തേടി വന്നതാണ്. പാണക്കാട് കൊടപ്പനക്കൽ തറവാടെന്ന് പറയുന്നത് ഒരു തറവാട് മാത്രമല്ല, അത് കേരളത്തിൻ്റെ ഒരു വികാരമാണ്. മതേതര കേരളത്തിൻ്റെ ഊർജ്ജ സ്രോതസ്സാണ് ഈ കൊടപ്പനക്കൽ തറവാട്. തീർച്ചയായും അഭിവന്ദ്യ തങ്ങളുടെ അടുത്ത് വന്നിട്ട് അനുഗ്രഹം തേടി ഞങ്ങളുടെ പ്രചരണം ആരംഭിക്കുകയാണ്. ഇത് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരുപാട് ശക്തികൾ വലിയ പ്രചരണം അഴിച്ചുവിടുന്നൊരു കാലമാണ്. അതിനുള്ളൊരു മറുപടി കൂടിയാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ഞാൻ മലപ്പുറം DCC പ്രസിഡൻ്റായ സമയം മുതൽ അഭിവന്ദ്യനായ തങ്ങളുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും UDFന്റെ ബന്ധം ഊഷ്മളമായി ഈ ജില്ലയിൽ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് ഒരു മകനോടുള്ള ഒരു വാത്സല്യം അദ്ദേഹത്തിന് എല്ലാ കാലത്തും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഈ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടി തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. തന്റെ DCC പ്രസിഡന്റ് സ്ഥാനവും തവനൂരിലെ സ്ഥാനാർത്ഥിത്വവുമാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്നും ജോയി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.